ലേട്ടൻ ഒരു വാക്ക് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ആയ മോഹൻലാല് നമ്മളെ കുടുംബം നോക്കുന്നു. അതെ, മോഹൻലാല് നമ്മളെ കുടുംബം നോക്കും. മരിച്ച സമയത്ത് ഇത്രയും ലാല് 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 എന്ന് പറഞ്ഞ് നടന്ന ഒരു മനുഷ്യന് ഈ ലാല് എന്ന് പറഞ്ഞ വ്യക്തി വന്ന് കണ്ടില്ലല്ലോ, കാണുകയും കൂടി ചെയ്യണ്ട. மோகன்லால்ன்ற വ്യക്തി எங்க வீட்டு கேரியரை தூக்கிட்டு வந்து சாப்பாடு எடுத்துட்டு போன மனுஷன். என் புருஷன் செத்தப்போ ഇവർ വരില്ല. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇന്റർവ്യൂ കാണാനായിട്ട് ഇടയായി. നമ്മുടെ ഈ ശാന്തി വില്യംസ് എന്ന് പറയുന്ന ഒരു അവര് നടിയായിരുന്നു നേരത്തെയൊക്കെ. ഏതാണ്ട് ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചലച്ചിത്ര മേഖലയിൽ വളരെ തിളങ്ങി നിന്നൊരു നടിയായിരുന്നു അവര്. അവരുടെ ഇന്റർവ്യൂ ആണ് ഞാൻ വീഡിയോയുടെ ആദ്യ ഭാഗത്തായിട്ട് കാണിച്ചത്. അതിൽ അവർ പ്രധാനമായിട്ടും പരാമർശിക്കുന്നത് മലയാളത്തിന്റെ പ്രശസ്ത നടൻ ലാലേട്ടനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. ലാലേട്ടനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭർത്താവ് വില്യംസ് എന്ന് പറഞ്ഞ അദ്ദേഹം സിനിമയിൽ ഛായാഗ്രഹനായിരുന്നു. അദ്ദേഹത്തുമായിട്ട് നമ്മുടെ ലാൽ സാറിന് സിനിമയുമായിട്ട് സൗഹൃദത്തിലായിരിക്കെ അദ്ദേഹവും ലാൽ സാറും തമ്മിൽ വളരെ സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമയിൽ ലാൽ സാർ അഭിനയിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അവര് വീട്ടുകളിൽ വരികയും അങ്ങനെ വളരെ സൗഹൃദത്തിലായിരുന്നു അവരുടെ ഒരു ബന്ധം മുന്നോട്ട് പോയിരിക്കുന്നത്. അതിനുശേഷം അവിടെ പറയുന്ന പല കാര്യങ്ങളും, അവരുടെ സുഹൃത്ത് ബന്ധത്തിനിടയിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളിലും ഇവര് പക്ഷെ പ്രധാനമായിട്ടും ആ ഒരു സുഹൃത്ത് ബന്ധത്തെ ഇവർ പരാമർശിച്ചിരിക്കുന്ന വിഷയം അല്ലെങ്കിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറയുക, ഒരു വ്യക്തിയെ വളരെയധികം അധിക്ഷേപിക്കുന്ന രീതിയിൽ അവർ സംസാരിക്കുന്നത് അല്ലെ. അതായത് സ്വന്തം വീട്ടിൽ നിന്ന് ആഹാരം കൊടുത്ത കാര്യങ്ങൾ, സ്വന്തം വീട്ടിൽ നിന്ന് അദ്ദേഹം ആഹാരം കഴിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ അന്നുണ്ടായിരുന്നു അദ്ദേഹം അല്ലെ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ആവശ്യം പോലെ ആഹാരം നൽകിയതാണ്. ആഹാരത്തിന്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നതായിട്ട്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ആക്ച്വലി ഞാൻ ഒരു തമിഴ് ഇന്റർവ്യൂ ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ലാലേട്ടന്റെ ഫോട്ടോ ഒക്കെ കൊണ്ടുവച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. അതായത് വില്യംസ് എന്ന് പറഞ്ഞ അദ്ദേഹം മരിച്ചുപോയി, വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. അതിനുശേഷം ഇവര് ഒരു തമിഴ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ലാലേട്ടനല്ല, പ്രത്യേകിച്ച് ലാലേട്ടനെ മാത്രമാണ് ഇവര് പറയുന്നത്. അറിയാതിരിക്കുന്ന സമയത്ത് വില്യംസ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കുടുംബത്തെ ലാൽ സാർ നോക്കിക്കോളും എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് ലാലേട്ടൻ തിരിഞ്ഞു നോക്കുന്നില്ല. അന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന അല്ലെങ്കിൽ ആവശ്യം പോലെ ആഹാരം കഴിച്ചിട്ട് അല്ലെങ്കിൽ ആവശ്യം പോലെ ഞങ്ങൾ എല്ലാം നൽകിയിരുന്നു. ലാൽ സാർ ഒന്നുമില്ലായിരുന്ന ഒരു സമയത്തില് സിനിമയുടെ ആദ്യ കാലങ്ങളിൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ വളരെയധികം അധിക്ഷേപിക്കുന്നുണ്ടോ. അതൊക്കെ അധിക്ഷേപം എന്നൊരു കാര്യം നമുക്ക് തോന്നുന്നത് ഈ കൊടുത്ത ആഹാരം, നമ്മൾ പറയുന്നല്ലോ ഉണ്ട ചോറിന് നന്ദി കാണിക്കണം എന്നൊരു കാര്യം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ചില കാര്യത്തിൽ നമ്മൾ പറയും അല്ലെ. പക്ഷെ ഇങ്ങനെ ഈ രീതിയിൽ ഒരു വ്യക്തിയെ നമ്മൾ സമൂഹത്തിന് മുമ്പിൽ വന്ന് അത് പറഞ്ഞ് അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അധിക്ഷേപം തന്നെയാണ്. നമ്മൾ വന്ന വഴി മറക്കരുത് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം ആ ഒരു തെറ്റായ രീതിയിൽ ആ ഒരു പ്രവണത, ആ ഒരു കുടുംബത്തെ നോക്കുന്നില്ല, കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു മീഡിയയുടെ മുമ്പിൽ വന്ന് വിഷമിക്കുന്നതായിട്ട് അല്ലേ. ഞാനാണെങ്കിൽ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നമ്മുടെ രാജിന്റെ അമ്മയുടെ മല്ലിക സുകുമാരൻ അമ്മയുടെ 50 വർഷം പൂർത്തിയാകുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹം സ്വന്തം അമ്മയെ കുറിച്ച് പറയുന്നത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ടായിരുന്നു. അതായത് സുകുമാരൻ എന്ന് പറഞ്ഞ അദ്ദേഹം സിനിമയിൽ തിളങ്ങുന്ന സമയത്ത് തന്നെയാണ് ആ അച്ഛൻ അവരെ വിട്ടു പോയതും. അന്ന് പൃഥ്വിരാജും ഇന്ദ്രജിത്തും ഒന്നും അറിയാത്തൊരു പ്രായമായിരുന്നു. ആ പ്രായത്തിൽ നിന്നുകൊണ്ട് ആരെങ്കിലും ഞങ്ങളോട് ഉണ്ടാവും, ആരെങ്കിലും ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞിട്ടല്ല അന്ന് അവരെ മുന്നോട്ട് പോയതും. ആരെങ്കിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടല്ല. അന്നും അവർ ആക്ടറായിരുന്നു. ആക്ടറിലേക്ക് അവർ ആർട്ടിസ്റ്റായിട്ട് അവർ കൂടുതൽ വർക്ക് ചെയ്തു. അങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്ത് കടന്നു വന്ന ഒരു സ്വന്തം അമ്മയെയാണ് എന്റെ ലോകത്തിലെ ഏറ്റവും ഞാൻ കാണുന്ന ഏറ്റവും വലിയ ശക്തിയായി വുമൺ എന്ന് പൃഥ്വിരാജ് ആ ഒരു വേദിയിൽ പറഞ്ഞ് വിലപിക്കുന്നതായിട്ടുള്ള ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഭയങ്കരമായിട്ട് നമുക്കത് തോന്നുമ്പോൾ ഭയങ്കര ഒരു ആദർശമാണ് തോന്നിയ ഒരു സ്ത്രീയെ കുറിച്ച്. അതായത് ഈ ലോകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു അധപ്പതനത്തിൽ നമ്മൾ വന്നു പോയാൽ, ഒരു പക്ഷെ നമ്മൾ ആക്ടർ ആയിരിക്കാം, 1000 പേര് നമ്മളെ അറിയുന്നവരായിരിക്കാം. പക്ഷെ ഒരു അധപ്പതനം എന്നൊരു കാര്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇന്നാൾ നമ്മളെ നോക്കും, ഇന്നാൾ നമുക്ക് വേണ്ടുന്നതെല്ലാം തരും എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർ എങ്ങനെയായി തീരുമെന്ന് എനിക്കത്. അതായത് നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും, നമ്മൾ പല ആൾക്കാർ ദാനധർമ്മം ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരാരും അതിന് കൊടുത്ത ആൾക്കാരുടെ പേര് വെളിപ്പെടുത്തുന്നില്ല. നമ്മളിപ്പോ ചില ആൾക്കാരുണ്ട്, സിമ്പിൾ കാര്യം, നമ്മളിപ്പോ ഒരു വീട്ടിൽ പോയൊരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കുകയാണ്. അവരുടെ വിവാഹത്തിനോ വീടിന്റെ പാല് കാച്ചിനോ വിവാഹത്തിനോ ഒക്കെ നമ്മൾ അവരുമായിട്ട് സംബന്ധിക്കുമ്പോൾ നമ്മളൊക്കെ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കും. അല്ലെങ്കിൽ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കും. പല ആൾക്കാരും അതിൽ പേര് വെക്കില്ല. നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യത്തിൽ അതിൽ പേര് പരാമർശിച്ച് ചെയ്യാത്തവരുണ്ട്. എല്ലാവരും അങ്ങനെയൊക്കെയാ. ഇത് കൊടുത്ത ആഹാരത്തിന്റെ പേര് അത് അങ്ങനെ നമ്മള് പേര് പരാമർശിക്കാത്തത് നമ്മളുടെ ഒരു അഭിമാനമാണ്. അവർക്കൊരു സമ്മാനം കൊടുക്കുക,
എന്നുള്ള അത് നമ്മൾ തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചല്ല നമ്മൾ കൊടുക്കുന്നത്. പല ആൾക്കാരും അങ്ങനെയാണ്. നമ്മൾ ഒരു നേരത്തെ ആഹാരം നമ്മുടെ മുമ്പിൽ വരുന്നവന് നമുക്ക് കൊടുക്കാൻ അതിനുള്ള ആസ്തി ദൈവം തരുന്നത് നമ്മുടെ ഒരു ഭാഗ്യം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ ഭവനത്തിൽ ഉണ്ടായിരുന്ന ശ്രീകൃഷ്ണന്റെ ഒരു വിഗ്രഹം, ചന്ദനത്തിൽ തീർത്ത ഒരു ശ്രീകൃഷ്ണന്റെ വിഗ്രഹം ലാലേട്ടൻ കൊണ്ടുപോയി അതിന് പകരം ഒരു പഴയ AC അവർക്ക് കൊടുത്ത് അത് അധികം നാൾ ഓടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് അദ്ദേഹം വില്യംസ് എന്ന് പറയുന്ന അദ്ദേഹവുമായിട്ടുള്ള ഒരു സുഹൃബന്ധത്തിലിരിക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും അങ്ങനെയാണ് പറഞ്ഞ് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നതായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഗൈസ്. ആക്ച്വലി നമ്മളൊരു കാര്യം, ഈ ലോകത്ത് നമ്മൾ ഉൾപ്പെടെ ഇപ്പൊ അംബാനി ജനിച്ചതും ഈ പറയുന്ന നമ്മൾ ജനിച്ചതും എല്ലാവരും ജനിക്കുന്ന ഒരുപോലെ അവനവന്റെ ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും പലരും പല മേഖലയിൽ പല രീതിയിൽ എത്തിപ്പെടുന്നു. വരുന്നതും നമ്മൾ ഒന്നുമില്ലാതെയാണ്, പോകുന്നതും ഒന്നുമില്ലാതെയാണ്. ഒന്നും കൊണ്ടല്ല നമ്മൾ പോയി പോകുന്നത്, വരുന്നതും അതുപോലെ തന്നെയാണ്. ആ ഒരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ ആ ഒരു ബോധം മനുഷ്യൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഗൈസ് ഈ ഒരു ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ട് എനിക്ക് എന്റെ ഒരു ചെറിയ ഒരു ചിന്താഗതി കൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ആക്ച്വലി അല്ലെ, നമ്മളിപ്പം എല്ലാവരുടെയും സാഹചര്യം എല്ലായ്പ്പോഴും ഒരുപോലല്ല. ഇപ്പം നമ്മളിപ്പം ഇപ്പം ലക്ഷക്കണക്കിന് രൂപ അക്കൗണ്ടിലുള്ള ഒരു മനുഷ്യൻ പോലും ഒരു പക്ഷേ ബാങ്കിൽ നിന്ന് പൈസ എടുക്കാൻ നിവർത്തിയില്ല, സ്വന്തം സുഹൃത്തിനോട് അല്ലെങ്കിൽ 1 രൂപ കടം മേടിക്കുന്ന ഒരു അവസ്ഥ അത് ഏത് നിമിഷവും ഉണ്ടാവാം. ഒരു പക്ഷെ അവന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ അവന്റെ കാണും, പക്ഷെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അവന്റെ ATM കാർഡ് ബ്ലോക്കോ അല്ലെങ്കിൽ ബാങ്ക് ഇല്ലാതെയോ കൈ കാശ് എടുത്തു വെക്കാൻ മറക്കാതെ എങ്ങനെയൊക്കെ അത് ഒരു പക്ഷെ മറ്റുള്ളവനോട് പൈസ ചോദിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ മറ്റുള്ളവനോട് എന്തെങ്കിലും സഹായം ചോദിക്കുന്ന അവസ്ഥ ഏത് നിമിഷം ഒരു മനുഷ്യൻ ഉണ്ടാവാം. അത് കാശുള്ളവൻ ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ കാശില്ലാത്തവന് മാത്രമേ ആ അവസ്ഥ ഉണ്ടാവൂ എന്നൊന്നുമില്ല. അപ്പൊ നമ്മൾക്ക് ഒരാൾക്കൊരു സഹായം ചെയ്തത് അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും നമ്മൾ നൽകിയത് അതിങ്ങനെ വിളിച്ചു പറഞ്ഞ് സത്യം പറഞ്ഞ അങ്ങനെ മനോഭാവം ഉള്ളവർ ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ അല്ലെ. കൊടുത്തതും അതും ആഹാരത്തിന്റെ കാര്യം, ഒരു നേരത്തെ ആഹാരം കൊടുക്കണം, അത് കൊടുക്കാൻ നമുക്കുള്ള ദൈവം തരുന്ന ഒരു ആസ്തിയെ ഓർത്ത് നമുക്കത് കഴിയുന്നല്ലോ എന്ന് ഓർത്ത് നമ്മൾ സ്വയം അഭിമാനിക്കുക എന്ന് മാത്രം. കാരണം നമുക്കതിനുള്ള ഭാഗ്യം ഒരു നേരത്തെ അല്ലെങ്കിൽ നമ്മൾ കാരണം ഒരാളുടെ വിശപ്പ് ഒരു നേരം മാറിയിട്ടുണ്ടെങ്കിൽ അതിന് ദൈവം നമ്മളെ ഭാഗ്യപ്പെടുത്തി എന്ന് ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക.